അല്പം ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. സമയം കണ്ടെത്തി കാണാനായിട്ട് ശ്രമിക്കുക. കേൾക്കണം, കേട്ടേ പറ്റൂ. നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്നാണ് എൻ്റെ 100-150% വിശ്വാസം. അതുകൊണ്ട് സാവകാശം ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് പണിയെടുത്തുകൊണ്ട് വേണേ കണ്ടോ കേട്ടോ. എന്താണേലും വെയിറ്റ് ചെയ്ത് കേൾക്കുക. ഹലോ പ്രിയപ്പെട്ടവരെ, കുറേ നാളുകളായിട്ട് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ് ഒരു ഓൺ വോയിസ് വരണം 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 മിസ്റ്റർ ചൂട് വരണമെന്ന്. അന്ന് വയ്യാതെ വന്നതിനെ പറ്റിയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് ചർച്ച ചെയ്യണമെന്ന് ഞാൻ കുറച്ച് നാളായിട്ട് വിചാരിച്ചു വെച്ചിരിക്കുകയാണ്. അന്നേ ഞാൻ പറഞ്ഞായിരുന്നല്ലോ വീഡിയോ എടുക്കാൻ നേരം ഇതിനെപ്പറ്റി ഫുൾ ഡീറ്റെയിൽസ് നിങ്ങളോട് ഞാൻ അറിയിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം. എൻ്റെ പ്രിയപ്പെട്ടവർ ഒരുപാട് പേര് ചോദിച്ചു, എന്താ പറ്റിയേ, എന്താണ് സന്തോഷനെ കൊണ്ട് ആശുപത്രിയിൽ പോയതെന്നൊക്കെ ഒത്തിരി പേര് ചോദിച്ചു കേട്ടോ. ആദ്യമേ ഞാൻ എൻ്റെ PCOD ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. എൻ്റെ മൂഡ് സ്വിങ്സിനെ പറ്റി നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കവേ ആണ് ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ വന്നത്. അപ്പോൾ ഞാൻ ഒന്നേന്ന് പറയാം എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങൾ. എല്ലാവർക്കും അതൊരു ഉപകാരമാകും. കാരണം നമ്മളാരും ശ്രദ്ധിക്കാതെ പോയ പല കാര്യങ്ങളും നമുക്ക് എത്രത്തോളം ഭയാനകമായി സംഭവിക്കും എന്നുള്ള കാര്യത്തെപ്പറ്റി ഒരു അറിവ് എനിക്ക് നിങ്ങൾക്ക് തരണമെന്നുണ്ട്. ഞാൻ പറയാം. മെയ് മാസം 24-ാം തീയതി രാവിലെ, ഞായറാഴ്ച കേട്ടോ, രാവിലെ നല്ല ഉറക്കമാണ്. ഞാൻ മീൻസ് തലേദിവസം എനിക്ക് നല്ല പനിയായിരുന്നു. പനിയായിട്ട് ജാക്കറ്റൊക്കെ ഇട്ട് പുതച്ചു മൂടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. രാവിലെ എഴുന്നേറ്റു. ഞാനിങ്ങനെ സ്റ്റെപ്പിൽ വന്നിരുന്നപ്പോൾ ചേട്ടൻ വണ്ടിയൊക്കെ കഴുകുന്നു. ആഹാ, കൊള്ളാമല്ലോ, എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ എല്ലാ ഞായറാഴ്ചകളിലും ചെയ്യുന്ന കർത്തവ്യങ്ങൾ ആൾ വളരെ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. യൂഷ്വൽ പ്രോഗ്രാംസ്. ഞാൻ അവിടെ ഇങ്ങനെ എന്താ പുതച്ചു മൂടി തണുത്ത് വിറച്ചിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് നല്ലൊരു ഗ്യാസ് കയറുന്നു എന്ന് പറഞ്ഞ്. അപ്പം സ്വാഭാവികമായിട്ടും തലേദിവസം ചക്ക വേവിച്ചതും മീൻകറിയൊക്കെ കഴിച്ചത് കൊണ്ട് അതിൻ്റെ ബാലൻസ് ഷീറ്റ് ആയിരിക്കും എന്നാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെ ആള് കുളിച്ച് കട്ടിലേക്ക് കിടന്നിട്ട് എഴുന്നേറ്റ് വന്നിട്ട് പുറത്ത് ഒന്ന് ഇടിച്ചേന്ന് പറയും. അപ്പം ഞാനിങ്ങനെ പുറത്തിടിച്ചപ്പോഴത്തേന് ആൾക്ക് ഓക്കാനിക്കാൻ വരും, ഛർദ്ദിക്കാൻ വരുന്ന പോലെയൊക്കെ ഓക്കാനിക്കുകയാണ്. അപ്പം എനിക്കൊരു സംശയം, എന്താ ഇങ്ങനെ. എന്നിട്ട് ഛർദ്ദിക്കാഞ്ഞിട്ട് ഞാൻ കാണാതെ അണ്ണാക്കി കൈ കുത്തി കയറ്റിയിട്ട് ഛർദ്ദിക്കാനൊക്കെ ശ്രമിച്ചു എന്ന് പറയുന്നു. പക്ഷേ എന്നിട്ടൊന്നും ഛർദ്ദിച്ചില്ല, പക്ഷെ ഓക്കാനിച്ചു. എന്നിട്ട് തിരിച്ചു വന്നിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് വിയർത്തു. ദേഹം മുഴുവൻ തണുപ്പായിട്ട് ഭയങ്കരമായിട്ട് വിയർപ്പ്. അപ്പോഴേ ഒരു സംശയം, എൻ്റെ ദൈവമേ, എൻ്റെ ജാക്കറ്റും പുതപ്പും എല്ലാം വലിച്ചെറിഞ്ഞ് ഞാൻ ആളെയും കൊണ്ട് ആശുപത്രിയിലോട്ട് കാറിനകത്തോട്ട് തള്ളിയിട്ടിട്ട് നേരെ പത്തനംതിട്ട ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ECG എടുക്കണമെന്ന് പറഞ്ഞു. ആദ്യത്തെ ECG എടുത്തപ്പോൾ വേരിയേഷൻ. വീണ്ടും റിപ്പീറ്റ് ECG എടുക്കാൻ പറഞ്ഞു. വീണ്ടും എടുത്തു, അതിലും വേരിയേഷൻ. ബ്ലഡ് ചെക്ക് ചെയ്യാൻ കൊടുത്തു, അപ്പോൾ അതിനകത്തും വേരിയേഷൻ. അവർ പറഞ്ഞു കോട്ടയത്തേക്ക് പാക്കപ്പ് ചെയ്യാം. കോട്ടയത്തേക്കെന്നല്ല പറഞ്ഞത്, ആദ്യം ഡോക്ടർ പറഞ്ഞു മുത്തൂറ്റിലോ പുഷ്പഗിരിയിലോ പോകാമെന്നാ പറഞ്ഞത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു നേരെ കോട്ടയത്തോട്ട് പോകാം, അവിടെ ആകുമ്പോൾ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾക്ക് കോട്ടയത്തേക്ക് റെഫർ ചെയ്ത് തന്നു. വൈകിട്ട് കുഞ്ഞുങ്ങളെ കൂട്ടുകാരിയുടെ വീട്ടിൽ നിർത്തിയിട്ട് നേരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക്. അങ്ങനെ അവിടെ ചെന്നപ്പം ആദ്യം ECG എടുത്തു. ECG വേരിയേഷൻ ഒന്നുമില്ല, നോർമൽ. രണ്ടാമതെടുത്തപ്പോഴും ഓക്കെ, കുഴപ്പമില്ല, നോർമലാണ്. അപ്പം ഇവിടുത്തെ റിസൾട്ട് കണ്ടപ്പോഴും കോട്ടയത്തെ ഡോക്ടർ പറഞ്ഞു ഇതിനകത്ത് വലിയ വേരിയേഷൻ ഒന്നുമില്ല, ബ്ലഡ് ചെക്ക് ചെയ്യാന്ന് പറയും. ബ്ലഡ് ചെക്ക് ചെയ്തപ്പോഴാണ് അതിനകത്ത് കുറച്ച് വേരിയേഷൻ. അതെനിക്ക് നിങ്ങൾക്കിത്, അയ്യോ സോറി, ഇത് സെൽഫി ആയതുകൊണ്ട് തിരിഞ്ഞാ കാണിക്കുന്നത്. 46-40 ഇതിനകത്ത് ഇട്ടേക്കാം കേട്ടോ. 46-47 വരേണ്ടത് നോർമൽ. ഇതിനകത്ത് 57-53 എന്തോ കിടക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ആയിക്കോളാൻ. ഞങ്ങൾ പിന്നെ ഇവിടെ അഡ്മിറ്റ് ആയി. കാരണം ഫുൾ സാധനങ്ങളൊക്കെ ആയിട്ടാ പോയത്. അങ്ങനെ അവിടെ അഡ്മിറ്റ് ആയി. അവിടെ ചെന്നപ്പോൾ നമ്മൾ കണ്ടല്ലോ, തറവാടാണ് ഞങ്ങൾക്ക് കിട്ടിയത്. പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അകത്ത് ഭയങ്കര പേഷ്യൻസും ബുദ്ധിമുട്ടുകളും ഒക്കെ ആയിട്ട് ഒത്തിരി പേരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കിടക്കുന്നത് തന്നെയായിരുന്നു ബെറ്റർ. സമാധാനമായിട്ട് നമ്മുടെ ട്രിപ്പ് നോക്കി കിടക്കാമല്ലോ. 24 മണിക്കൂറുള്ളൊരു ട്രിപ്പൊക്കെ ഇട്ടു. ഞങ്ങൾ ടെസ്റ്റ് ട്രോപ്പോനിൻ എന്ന് പറഞ്ഞൊരു ടെസ്റ്റാണ് നമ്മളെ കൊണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യിച്ചത്. അത് കഴിഞ്ഞിട്ട് അവിടെ ഡ്രിപ്പൊക്കെ ഇട്ട് 24 മണിക്കൂർ കൊണ്ടേ അത് തീരത്തുള്ളൂ. 3-4 മിനിറ്റ് കഴിയുമ്പോഴേ ഓരോ തുള്ളി വീതം വീഴത്തുള്ളൂ. ആ തുള്ളി എണ്ണി കോങ്കണ്ടായിട്ട് ഞങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. കൂട്ടത്തിൽ കുറേ പേഷ്യൻസ്, കൂട്ടിരിപ്പുകാരും എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം ബ്ലഡ് ചെക്ക് ചെയ്തു, ഷുഗർ ടെസ്റ്റ് ചെയ്തു. ഷുഗറൊക്കെ നോർമലാണ്. പക്ഷേ കൊളസ്ട്രോള് 200 വരേണ്ടിടത്ത് 235, ആ ഒരു 35ന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുപോലെ പ്രഷർ 160 ആൾക്ക്. 120-80 അല്ലേ, അപ്പൊ 160. അപ്പൊ ചെറിയൊരു വേരിയേഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ കൊളസ്ട്രോളും പ്രഷറും കൊണ്ടാണ് ആൾക്ക് ഇത്രയും പ്രശ്നമായിട്ട് വന്നത്. അപ്പോൾ ഇതിനൊക്കെ കാരണം കുറച്ച് ബാക്കിലേക്ക് പോകാം. നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും കഴിക്കും, കിട്ടിയത് എന്തും കഴിക്കും. കഴിക്കുന്നതിന് മുന്നേ കഴിച്ചിട്ട് കയറി കിടന്ന് ഉറങ്ങുക. അങ്ങനെ ഒരു
കൺട്രോളും ഇല്ലാത്തൊരു ലൈഫായിരുന്നു പച്ചയ്ക്ക് പറഞ്ഞാൽ ഞങ്ങളുടേത്. തിന്നുക കുടിക്കുക ഉറങ്ങുക, തിന്നുക കുടിക്കുക ഉറങ്ങുക, ഇത് തന്നെയായിരുന്നു. പക്ഷേ അതിന് ഒരു മാസം മുന്നേ ഞാൻ ഇച്ചിരി ഡയറ്റിലായിരുന്നു. കാരണം നിങ്ങൾക്കറിയാലോ, ഞാൻ PCOD-യുടെ ഒരു പ്രശ്നം, മൂഡ് സ്വിങ്സിന്റെ ഒരു പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാരണം ഞാൻ കൺട്രോളിലായിരുന്നു. രാത്രി സാലഡ് കഴിക്കുക, അതുപോലെ രാവിലെ ഒരു ദോശ അല്ലെ ഒരു ചപ്പാത്തി കഴിക്കുക, ഉച്ചയ്ക്ക് 2 തവി ചോറ് കഴിക്കുക. അങ്ങനെ ഫുള്ളി ഡയറ്റിലായിരുന്നു എൻ്റെ കാര്യങ്ങൾ പൊക്കോണ്ടിരിക്കുക. ജിമ്മിന് പോകുന്നുണ്ടായിരുന്നു. ഇപ്പം അതങ്ങ് നിർത്തി. ചേട്ടനെ ആശുപത്രി കൊണ്ടുപോയിട്ട് അത് നിർത്തി. പക്ഷേ വീട്ടിൽ നല്ലോണം അരമണിക്കൂറോളം ഞാൻ അരമണിക്കൂറേ ചെയ്യുന്നുള്ളൂ, എങ്കിലും നല്ല രീതിയിൽ വിയർത്ത് നല്ല എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചേട്ടൻ ഇത് വന്നത്. അപ്പം ഞാനിങ്ങനെ ആളോട് പറയുന്നുണ്ട്, സന്തുവേട്ടാ ഇതുപോലെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യണം, പ്രഷർ ചെക്ക് ചെയ്യണം. പക്ഷേ നമ്മൾ ഓക്കെ ആണെന്ന് നമുക്ക് തോന്നും. അതിപ്പം ഞങ്ങളുടെ കാര്യം മാത്രമല്ല, ഒരുപാട് പേര് അങ്ങനെ ആയിരിക്കാം കേട്ടോ, അല്ലാത്തവരും ഉണ്ടേ. അങ്ങനെയുള്ള ആളുകൾ മാത്രം ഇത് കൊണ്ടാ മതി. കാരണം നമ്മൾ ശ്രദ്ധിക്കത്തില്ല, നമ്മൾ ഓക്കെയാണ്, നമ്മുടെ ശരീരം ഓക്കെയാണെന്ന് നമ്മൾ വിശ്വസിക്കും തോറും നമ്മളതൊന്നും ചെയ്യത്തില്ല. രാവിലെ എഴുന്നേക്കുന്നു, ജോലിക്ക് പോകുന്നു, ചിലപ്പോൾ രാവിലെ ഒന്നും കഴിക്കത്തില്ല ചേട്ടൻ. രാവിലെ 7:30 ആകുമ്പോൾ പോകുമ്പോൾ ആളൊന്നും കഴിക്കാണ്ട് പോകുന്നു. ഉച്ചയ്ക്ക് അവിടെ നിന്ന് ചിലപ്പോൾ ഫുഡ് അവിടെ നിന്നായിരിക്കും, കാരണം രാവിലെ പോകുന്ന കാരണം ഫുഡ് അവിടെ നിന്നായിരിക്കും. പൊതിച്ചോറ് മേടിക്കുന്നു, കഴിക്കുന്നു, വറുത്തത്, ചിക്കൻ ഫ്രൈ, മീൻ ഫ്രൈ എന്ന് വേണ്ട മിക്സ്ചർ. എനിക്കിതൊന്നും ഇഷ്ടമല്ല കേട്ടോ, ആദ്യം ഞാൻ പറയാം. ഈ മിക്സ്ചറും കാര്യങ്ങളൊന്നും ഞാനിപ്പം കഴിക്കാറേ ഇല്ല. ഒത്തിരി നാളുകളായിട്ട് എനിക്ക് എന്തോ ഇഷ്ടക്കേടാ അത് കാണുമ്പോൾ. ഒരു മനം പ്രയാസമാണ് ഇത്. മനസ്സ് മടുക്കും അത് മണമൊക്കെ അടിക്കുമ്പോൾ. അങ്ങനെയായിരുന്നു എൻ്റെ കുറച്ച് നാളത്തെ. ചേട്ടന് ഇതുപോലെ അച്ചപ്പം ഇഷ്ടമാണ്, അതുപോലെ എണ്ണയിൽ വറുത്ത് പൊരിച്ചതൊക്കെ ഇഷ്ടമാണ്. ജോലി കഴിഞ്ഞ് വരുമ്പോൾ ചായ കുടിക്കുന്നു, മറ്റേ മിഠ ചായ കുടിക്കുന്നു, അതിൻ്റെ കൂട്ടത്തിൽ എണ്ണ പലഹാരങ്ങളൊക്കെ കടികൾ, ബോണ്ട, ഉഴുന്നുവട, പരിപ്പുവട, എല്ലാം കഴിക്കുന്നു. അങ്ങനെയൊക്കെ കഴിച്ച് വരുന്നു നമ്മൾ. പക്ഷേ ശ്രദ്ധിക്കാൻ പറയുമ്പം ആളുടെ ആ ഒരു ആരോഗ്യസ്ഥിതിയിൽ വേണ്ട, നോ പ്രോബ്ലം എന്നുള്ള രീതിക്കാണ് പോയത്. പക്ഷേ മദ്യപാനം അങ്ങനെയില്ല കേട്ടോ. ശനിയാഴ്ച വൈകിട്ട് ഒരു ഇത്രയാണ് കുപ്പി നിങ്ങൾ കാണാറുള്ളതല്ലേ, ചെറിയ കുപ്പി മേടിക്കുന്നു കുടിക്കുന്നു, അല്ലാതെ ഡെയിലി വെള്ളമടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഇതാണ് പ്രശ്നം, ഈ വറുത്തതും പൊരിച്ചതും കഴിക്കുകയും ആവശ്യമില്ലാത്ത ഒരു എക്സസൈസും ഇല്ലാത്ത ബോഡി ആയപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഇത്രയും വഷളായി എന്ന് പറഞ്ഞാൽ ഈശ്വരൻ അത് നമ്മളെ രക്ഷിച്ചു എന്ന് പറയാം. കാരണം വഷളാക്കിയില്ല, അതിന് മുന്നേ ഒരു കുഞ്ഞടി തന്നിട്ട് മര്യാദയ്ക്ക് അവിടെ ഇരിക്കടാ, അല്ലെ അവിടെ ഇരിക്കടി എന്ന് പറഞ്ഞ് ഇരുത്തിയതുപോലെ. കാരണം നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു നോട്ട് തന്നു എന്നാണ് എനിക്കും ചേട്ടനും ഫീൽ ചെയ്തത്. നമ്മൾ ഇത്രയും നാൾ ശ്രദ്ധിക്കാതെ നടന്ന കാര്യങ്ങളെ ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മളെ പോയ വഴി വഴിക്ക് അടിക്കുക, ഒരു സംഭവം ഉണ്ടല്ലോ, പഴഞ്ചൊല്ലുണ്ടല്ലോ, പറഞ്ഞ വഴി പോയില്ലെങ്കിൽ പോയ വഴി തല്ലുകാന്നോ, അങ്ങനെ ഒരു പഴഞ്ചൊല്ലില്ലേ, ആ സംഭവമായിരുന്നു സംഭവിച്ചത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫുഡൊക്കെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി, നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇതൊരു വലിയൊരു പ്രശ്നമോ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. എക്സ്റേ എടുത്തു, എക്സ്റേ നോർമലാണ്. കാർഡിയോളജി പോയി എക്കോ ചെയ്തു, അതിനകത്ത് ഓക്കെയാണ്. ഹാർട്ട് പമ്പിങ് ഒക്കെ ഓക്കെയാണ്. പിന്നെ ആകെ കൂടെ കണ്ട ഈ ബ്ലഡിനകത്ത് ചെറിയൊരു വേരിയേഷനാണ്. ആ ഒരു വേരിയേഷൻ തന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇതുപോലൊക്കെയുള്ള കാര്യങ്ങൾ ഇനി ലൈഫിൽ ശ്രദ്ധിക്കണം എന്നുള്ളൊരു പാഠം തന്നതാണെന്ന്. അതുകൊണ്ട് 5 ദിവസം അവിടെ പോയി നമ്മുടെ മാത്രമല്ല അസുഖങ്ങൾ, പലരുടെ അസുഖങ്ങൾ കണ്ട് നമ്മള് തല പെരുത്തു പോകും. കാരണം നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ. ഒരാൾ വന്ന് ഗ്യാസ്ട്രോയിൽ കിടക്കുന്ന ആള് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ഇതുപോലെ ഇപ്പി നൂഡിൽസ് സ്പൈസി ഫുഡൊക്കെ കഴിച്ച് കുഞ്ഞുങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ള, നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതല്ലേ പിള്ളേരെ, നിങ്ങൾ ഈ ഇപ്പി കുന്തോ കുറച്ചൊക്കെ ഉണ്ടല്ലോ, ലേസ് അതുപോലുള്ള സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് നമുക്ക് അൾസർ പോലത്തെ അസുഖങ്ങൾ ഉണ്ടാവും. അതുണ്ടായി കഴിഞ്ഞിട്ട് 6 വർഷമായിട്ട് ആ പയ്യന അത് കഴിച്ചിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക, അൾസർ വന്നിട്ട്. പക്ഷെ അതിപ്പോ വേറെ എന്തോ ശരീരത്തിൽ യൂറിനിൽ കൂടെ പ്രോട്ടീൻ എല്ലാം പോകുന്ന ഒരു അസുഖത്തിലേക്കായി മാറി. അപ്പം നമ്മൾ ഒരിക്കലും കരുതാത്ത രീതിയിലുള്ള അസുഖങ്ങളിലേക്ക് ഡൈവേർട്ടായി പോവാണ് ഓരോ കാര്യങ്ങൾ. നമ്മൾ ചെയ്യുന്ന ചില മൈന്യൂട്ട് കാര്യങ്ങൾ വരെ നമ്മൾ ശ്രദ്ധിക്കാതെ വരുന്ന പല കാര്യങ്ങളും വലിയ വലിയ പ്രശ്നങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും നമ്മളെ ശ്രദ്ധിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഓരോ മനുഷ്യരോട് സംസാരിക്കുന്ന വാക്കുകൾ പോലും നമ്മൾ ശ്രദ്ധിച്ചാണ് സംസാരിക്കുന്നത്, അല്ലേ? കാരണം ആർക്കും ഒരു ദ്രോഹം ഉണ്ടാവാത്ത രീതിയിൽ നമ്മൾ സംസാരിക്കാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിന് പറ്റുന്നതാണോ എന്ന് നോക്കിയിട്ട് മാത്രം കഴിക്കുക. അതുപോലെ എക്സസൈസ് ചെയ്യുക. ഒന്നും ഇല്ലേലും രാവിലെയോ വൈകിട്ടോ, അത് രാവിലെ വെളുപ്പിനെ തന്നെ നടക്കണമെന്നൊന്നും ഇല്ല. നമ്മുടെ സമയം
പോലെ എപ്പോഴെങ്കിലും ഒന്ന് നടക്കാൻ പോവുക, ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കുക. നമ്മുടെ ശരീരം എപ്പോഴും എനർജി ആക്കി. എനിക്ക് ഭയങ്കരമായിട്ട് തോന്നാറുണ്ട് കേട്ടോ, ചില ദിവസമൊക്കെ അങ്ങ് ഉറക്കം വരല്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഉറങ്ങി ഉറങ്ങി ഉറങ്ങിയാ നടക്കുന്നത്. പക്ഷെ ആ ഒരു രീതിയിൽ നിന്ന് മാറാൻ തുടങ്ങിയത് എപ്പോഴാണെന്നറിയാമോ? വയറ് നിറയ്ക്കാണ്ട് ഫുഡ് കഴിക്കാൻ നോക്കുക. നമ്മൾ ഭക്ഷണം കഴിക്കണം, പക്ഷെ അത് വയറ് നിറയരുത്. രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും വൈകിട്ടാണ്. ഞാൻ രാത്രി സാലഡ് കഴിച്ചാൽ എൻ്റെ വയറ് ഫുള്ളാണ്. മതി, ഫുള്ളല്ല, മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട, ഭക്ഷണം വേണ്ട. കുറച്ച് വലിയ ക്യാരറ്റ്, കുക്കുംബർ, സവാള, തക്കാളി ഉണ്ട്, തക്കാളി കൂടെ അരിഞ്ഞിടുക, ഒരു പച്ചമുളക്, ഇച്ചിരി ഒരു സ്പൈസിക്ക് വേണമെന്നെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അത് വിടുക, അത് കഴിച്ചിട്ട് നാരങ്ങാനീരുടെ പിഴിഞ്ഞ് കഴിക്കുക. അത് മാത്രം മതി എന്നെ സംബന്ധിച്ച് രാത്രി കഴിക്കുക. അപ്പൊ ശരിക്കും നമ്മുടെ ശരീരത്തിൽ എനർജി വരുന്ന എങ്ങനെയാണെന്ന് ഈ വയറ് നിറയ്ക്കാണ്ട് ഫുഡ് കഴിക്കുകയും എക്സസൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇച്ചിരൂടെ എനർജി ആവും. രാവിലെ ജോലിക്ക് പോകുന്നവർ അല്ലെ സ്കൂളിൽ പോകുന്നവർ ശ്രദ്ധിച്ചു നോക്കി, വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടാ പോകുന്നെങ്കിൽ അവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങും. പക്ഷേ ഒരു പരുവത്തിനൊക്കെ കഴിച്ച് ഒരു ദോശ അല്ലെ 2 ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ടൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല എനർജി ആയിരിക്കും, അല്ലെ നല്ല ഉറക്കം വരും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഈ പകലൊക്കെ ആണെങ്കിലും നമ്മൾ ഈ ഉറക്കച്ചടവോടുകൂടി നടക്കുന്നത് നമ്മൾ തന്നെ ചെയ്ത് കൂട്ടുന്ന ഓരോ പരിപാടിയുടെ ബാലൻസ് ഷീറ്റാനായിട്ട് നമുക്ക് ഇത്രയും ക്ഷീണങ്ങൾ വരുന്നത്. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, വളരെ ശ്രദ്ധിക്കുക. നമുക്ക് നമ്മളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വേറെ ആരും നമ്മളെ ശ്രദ്ധിക്കാൻ വരത്തില്ല. അവസാനം എന്തെങ്കിലും വന്നു പോയാലും നമ്മൾ തന്നെ അനുഭവിച്ച് തീർക്കേണ്ടതായിട്ട് വരും, അല്ലെ കൂടെ ഇരിക്കുന്നവരും. അല്ലേ, അവിടെ കണ്ടിട്ടുണ്ട് ഒത്തിരി വയ്യാത്തൊരു ചേട്ടന്മാരോടൊക്കെ ചേച്ചിമാര് പറയും, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ മനുഷ്യ, നിങ്ങളോട് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത്, ഇപ്പൊ എന്തായി എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ ചേട്ടനോടാണെങ്കിലും പറയാൻ തന്നു, നമുക്ക് ദൈവാനുഗ്രഹിച്ച് ഇത്രേ തന്നുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു അറിയിപ്പ് തന്നതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ ഇനിയും ശ്രദ്ധിക്കുക, മുന്നോട്ടുള്ള ചേട്ടന്മാരല്ലേ ഞാനും നിങ്ങളും എല്ലാരും ഒന്നിച്ച്. എന്റെ പ്രശ്നം ഞാൻ നിങ്ങളോട് അന്നേ പറഞ്ഞായിരുന്നല്ലോ, എനിക്ക് PCOD വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള. ഫാറ്റി ലിവറിന്റെ ഒക്കെ കാര്യങ്ങൾ കാണിച്ചായിരുന്നു ചെക്ക് ചെയ്തപ്പോ. പക്ഷെ ഫാറ്റി ലിവറിനെ പറ്റി ഒന്നും ഡോക്ടർ സംസാരിച്ചില്ല കേട്ടോ, അതൊന്നും വിഷയമുള്ളതല്ലെന്ന് തോന്നുന്നു. പക്ഷെ PCODയുടെ കാര്യം പറഞ്ഞു, നമുക്ക് വെയിറ്റ് കുറയ്ക്കണം. എനിക്ക് ആകെ കൂടെ ഇത്ര നീളമുള്ളൂ, നിങ്ങൾ എന്നെ കാണുന്നതല്ലേ. പക്ഷെ എനിക്ക് 65 കിലോ ആയിരുന്നു അന്നേരം. ഇപ്പൊ അത് കുറഞ്ഞിട്ടുണ്ടാകും, കാരണം തീറ്റയില്ലല്ലോ എന്ന് വെച്ചോണ്ട് ഒരുപാട് തിന്നൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നമ്മുടെ ശരീരത്തിൽ PCOD ഉണ്ടെങ്കിൽ വണ്ണം കൂടും, വെയിറ്റ് കൂടും ഒക്കെ ചെയ്യും. അപ്പം നമ്മൾ അതിനനുസരിച്ച് എക്സസൈസും ചെയ്ത് ഫുഡൂടെ കൺട്രോൾ ചെയ്താൽ മതി. അപ്പൊ എനിക്ക് PCOD വന്നിട്ട് പീരീഡ്സ് വന്നത് 35 ദിവസം. ഒരു പീരീഡ്സ് മാർച്ച് 29 വന്ന പീരീഡ്സ് നിന്നത് 35 ദിവസം കഴിഞ്ഞിട്ട്. അതായത് 2 പീരീഡ്സ് ഞാൻ എടുത്തു. ഫുൾ ബ്ലീഡിങ്, വയറുവേദന ദൈവം അനുഗ്രഹിച്ച് വന്നില്ലല്ലേ. 35 ദിവസത്തെ വയറുവേദനയോട് ഞാൻ ഡിമ്മായാണ്. പക്ഷേ ഭയങ്കര ബ്ലീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ ബ്ലീഡിങ് ആയിരുന്നു. അങ്ങനെ ഡോക്ടറെ പോയി കണ്ടതും പിന്നെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ശ്രമിച്ചതും എല്ലാം ആ സമയം കൊണ്ടേ ഞാൻ തുടങ്ങിയായിരുന്നു. അപ്പൊ ഇപ്പോ അത് നോർമൽ ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വെയിറ്റ്, PCOD ഉള്ളവർക്ക് നമ്മുടെ വെയിറ്റ് ഒരു പ്രശ്നമാണ്. നിങ്ങൾ അത് ശ്രദ്ധിക്കുക, എങ്ങനെയായാലും അത് കുറയ്ക്കാൻ നോക്കുക. കുറച്ച് കഷ്ടപ്പാടാണ്. രാത്രിയിലൊക്കെ കിടത്തി കീന്ന് കരയും വയറിനകത്ത് വിശന്നിട്ട്. നമ്മൾ മൈൻഡ് ചെയ്യരുതടാ കുട്ട, നമ്മളെ തോപ്പിക്കാൻ പറ്റത്തില്ലെന്ന് തന്നെ വിചാരിക്കണം. എടാ വയറെ, എടാ തലേ, നീ പറയുന്നതല്ല കേൾക്കണ്ട, ഞാൻ പറയുന്നത് നീ അങ്ങോട്ട് കേട്ടാൽ മതി എന്ന് പറഞ്ഞു നമ്മൾ ഓരോന്ന് അനുസരിപ്പിക്കുക, ചെയ്യിപ്പിക്കുക. അത്രയേ ഉള്ളൂ. നല്ല രീതിയിൽ നല്ല ലൈഫൊക്കെ ആക്കിയിട്ട് നല്ല അടിപൊളിയാക്കണ്ടേ, സെറ്റാക്കി പവർ ആക്കണ്ടേ നമുക്ക്. ഇനി എന്റെ കണ്ടന്റുകൾ ഇറക്കണ്ടേടാ കുട്ട, നല്ല നല്ല വീഡിയോസ് ഒക്കെ ഇറക്കണ്ടേ നമുക്ക്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു കാര്യം എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. ഈ അസുഖം എന്താണ് പറ്റിയത് എന്നുള്ള കാര്യങ്ങളിലൊരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് തരണമെന്നുണ്ടായിരുന്നു, അത് തന്നു. അപ്പോൾ ഇനിയും ചെറിയ ഗ്യാസ് ഒക്കെ ആണെങ്കിലും വീട്ടിലിരുന്ന് ചോട കുടിച്ച് ഗ്യാസ് കളയാതെ ഡോക്ടറെ പോയി കാണുക, എന്നിട്ട് അതിനുള്ള പ്രതിവിധി ചെയ്യുക. ഒന്നുമില്ലെങ്കിൽ സമാധാനത്തോടു കൂടി വീട്ടിൽ വന്ന് വീണ്ടും നല്ലൊരു എന്താ പറയാ ഡയറ്റിങ്ങും പ്ലാനിങ്ങും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പൊ നമ്മൾ ഇനി ഫുൾ പവറിൽ നമ്മൾ വീണ്ടും വന്നുകൊണ്ടിരിക്കും. നിങ്ങളെ ഓരോരുത്തരും ഞങ്ങളെ തിരക്കി ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഒരുപാട് പേര് നമ്മളെ അന്വേഷിച്ചു കണ്ടു. ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടായിരുന്നു. എല്ലാവരും നമ്മളോട് സംസാരിച്ചു, ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഒന്നും ഇല്ലേലും നമ്മളെയൊക്കെ ഇങ്ങനെ ഈ ഒരു പത്തനംതിട്ടയിൽ നിന്ന് നമ്മൾ വന്നു, കുറേ ആളുകൾ നമ്മളെ കണ്ട് സ്നേഹത്തോടു കൂടി അന്വേഷിക്കുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കത് വലിയ കാര്യമാണ്. കാരണം ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരും ഞങ്ങൾക്ക് സ്വന്തക്കാരും എന്ന് പറയാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മുടെ വീഡിയോയ്ക്കകത്ത് കൂട്ടുകാരാണ് ഏറ്റവും കൂടുതലുള്ളതും ഞങ്ങളോടൊപ്പം ഉള്ളത്. നിങ്ങളും നമ്മുടെ വീട്ടുകാരാണ്. അപ്പം നിങ്ങൾ തിരക്കുന്നുണ്ടായിരുന്നു, അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഓരോരുത്തരെ വിളിച്ച് നന്ദി പറയാനാണെങ്കിൽ തീരൂല്ല, അത്രയ്ക്ക് ആളുകൾ തിരക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മുടെ ശരീരം, നമ്മുടെ ജീവിതം എല്ലാം സെറ്റപ്പ് ആക്കുക. ബാക്കിയുള്ളവർക്കും നന്മ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക. താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിലേക്ക് കാണാം. ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു. ഇത് പിടിച്ചില്ലെന്ന് വേണ്ട.